സൗമ്യ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമാത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഇഷിതയുടെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടോ നമ്മൾ ഇപ്പോഴും കളിച്ച് ചിരിച്ചല്ലേ ജീവിക്കുന്നത്, അതുപോലെ നമ്മുടെ മോക്കും ഒരു ജീവിതം വേണ്ടേ? അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, മാഷ് ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഇഷിത സമ്മതിക്കണം, ഇഷിതയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുക. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, തന്റെ ഇഷ്ടം നോക്കണ്ടേ? എന്റെ ഇഷ്ടം നോക്കണമെന്നൊന്നുമില്ല, ഇഷിത സമ്മതിക്കണം, പിന്നെ മാഷിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുക. അപ്പൊ അച്ഛനാണെങ്കിൽ നമ്മുടെ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇഷിത റൂമിൽ ഇരുന്ന് ചിപ്പിമോളുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ചിപ്പിമോള് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. ഇഷി അമ്മയാണ് എന്റെ അമ്മയാണെന്നും, അതുപോലെ തന്നെ കൃഷ്ണൻ യശോദയുടെ അമ്മയായത് പ്രസവിച്ചിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. യശോദയുടെയും കൃഷ്ണന്റെ വേഷമൊക്കെ രണ്ടുപേരും വേഷമൊക്കെ ഇങ്ങനെ കാണിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഷിതയുടെ അച്ഛനും അതുപോലെ മകേഷിന്റെ അച്ഛനും ഇങ്ങനെ പുറത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടുപേരുടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മകേഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ മോൻ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ മറ്റൊരുത്തനോട് ഒളിച്ചോടിപ്പോയി, എല്ലാം അറിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ കിട്ടുവാണെങ്കിൽ തന്നെ അത് ചിപ്പിമോളെ സ്നേഹിച്ചില്ല എങ്കിൽ ആ ഒരു കല്യാണം കൊണ്ട് ഒരർത്ഥവും ഇല്ല എന്ന് പറയും കേട്ടോ. ഇഷിതയുടെ അച്ഛൻ പറയുന്നുണ്ട്, എടോ എന്റെ മോക്കാണെങ്കിൽ അമ്മയാവാൻ പറ്റത്തില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാളെ കിട്ടുകയും വേണം എന്നൊക്കെ പറയട്ടോ. അപ്പൊ മഹേഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് ഒരാൾ വരുവാണെങ്കിൽ അയാളായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇഷിത അത്ര നല്ല കുട്ടിയാണ്, ചിപ്പി മോളെന്ന് വെച്ചാൽ ജീവനാണ്, അത് ആ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കാന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് മനുഷ്യന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടോ തന്റെ മോളെ എന്റെ മോന് വേണ്ടിയിട്ട് തരുവോ, കല്യാണം കഴിച്ച് തരുവോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇഷിതയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടോ തന്റെ മോനെ മഹേഷിനെ എന്റെ മോക്ക് തരുമോ എന്നൊക്കെ ഭയങ്കര സന്തോഷവും സങ്കടത്തോടെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരും കൈ കൊടുത്ത് സമ്മതമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു കടമ്പ കിടക്കണമെങ്കിൽ കുറച്ച് പാട് വിടേണ്ടി വരും, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാം കേട്ടോ. രണ്ട് കുടുംബം കൂടെ സമ്മതിക്കണമല്ലോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മഹേഷിന്റെ വീട്ടിൽ അച്ഛൻ കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മഹേഷിന്റെ അമ്മയോട്, എന്തായാലും ഒരു ക്രിസ്മസിന് ഒരു സർപ്രൈസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ മഹേഷിന് ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ കുടുംബക്കാരൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ ഗവൺമെന്റ് ജോലിയാണ്, പിന്നെ അമ്മയുണ്ട്, ഒരു ചേച്ചിയുണ്ട്, കുട്ടിയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, കാണാൻ സുന്ദരി എന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഷിതയുടെ വീട്ടിലെ അച്ഛൻ ഇതുപോലെ കേക്ക് കൊണ്ടുകൊടുത്തിട്ട് ഇഷിതയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ ഇഷിതയ്ക്ക് വേണ്ടി ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ടെന്നും, പയ്യൻ ബിസിനസ് ആണെന്നും, കാണാൻ സുന്ദരനാണെന്നും, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം, നല്ല കുടുംബം, അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അമ്മായി എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പയ്യന്റെ അമ്മ. അപ്പൊ നിന്നെ പോലെ തന്നെ നല്ല സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സമയത്ത് സുചിത്ര വരിക കേട്ടോ, കല്യാണക്കാരി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്. അപ്പം ഇഷിതയുടെ അമ്മ പറയുന്നുണ്ട്, ഇഷിതയ്ക്ക് ഒരു കല്യാണ ആലോചന എന്ന് പറയാട്ടാ. അപ്പം പറയുന്നുണ്ട്, അത് നോക്കുന്നതിനേക്കാളും ഇഷിത ചേച്ചിക്ക് ചിപ്പി എന്ന് വെച്ചാൽ ജീവനാണ്, അപ്പൊ മകേഷിനെ നോക്കുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പൊ ഈ അപ്പം ഇഷിതയുടെ അമ്മ പറയുന്നുണ്ട്, അത് ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കത്തില്ല, അവന്റെ അമ്മയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല, ഒരു യക്ഷിയാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേനും ഇഷിതയുടെ അച്ഛനാണെങ്കിൽ ഇതെങ്ങനെ ഇനി നടത്തിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഇഷിതയാണെങ്കിൽ കാറ് കൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുക കേട്ടോ. അപ്പത്തേനും കാർ പാർക്ക് ചെയ്തിട്ട് ഇഷിത ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും മകേഷ് പറയുന്നുണ്ട്, ഒന്ന് നിൽക്കെന്ന് പറയുന്നുണ്ട്, ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുണ്ടല്ലോ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലത്താണ് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്, എന്റെ സ്ഥലം, അവിടെ നിന്ന് മാറ്റണമെന്ന് പറയും കേട്ടാ. അപ്പൊ പറയുന്നുണ്ട്, അതറിയാതെ അവിടെ കിടന്നോട്ടെ എന്ന് പറയുമ്പോഴത്തേനും, അങ്ങനെ കിടക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ, അത് എനിക്കിപ്പം മാറ്റണം, എനിക്ക് എന്റെ വണ്ടി അവിടെ ഇടണമെന്ന് പറയാട്ടാ. അപ്പത്തേനും ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പം മനുഷ്യ പറയുന്നുണ്ട്, എനിക്ക് അത്ര വലിയ കാര്യമാണ്, ഇവിടെ ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയാട്ടാ. അങ്ങനെ ഇഷിത പോയിട്ട് കാർ ഇങ്ങനെ മാറ്റാൻ വേണ്ടി സ്റ്റാർട്ട് ആവില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇഷിതയുടെ അച്ഛൻ വരും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ പറയുന്നുണ്ട്, കാർ അവിടെ പാർക്ക് ചെയ്ത് വെച്ച് ഞാൻ മാറിപ്പോയി, ഇയാൾക്ക് ഇപ്പം തന്നെ മാറ്റി കൊടുക്കണമെന്ന് പറയാട്ടാ. അപ്പൊ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ആരെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ച് ആളെ ശരിയാക്കിയാലേ മാറ്റാൻ പറ്റുള്ളൂ, മകേഷിന്റെ താക്കോലിങ് കീ തന്നാൽ മതി, അത് അവിടെ പാർക്ക് ചെയ്തിട്ട് എടുക്കാന്ന് പറയാട്ടോ. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് മകേഷ് അങ്ങ് പോവാട്ടോ. എന്നിട്ടാണെങ്കിലും
ഇഷിതാണെങ്കിൽ ദേഷ്യത്തിൽ നോക്കുക കേട്ടോ മകേഷിനെ. രണ്ടുപേരും എപ്പോഴും കാണുമ്പോൾ ഉടക്കാണല്ലോ. എന്നിട്ടാണെങ്കിൽ രണ്ടുപേരും പരസ്പരം ഇഷ്ടമാണെന്നൊക്കെ പരസ്പരം ഇഷ്ടമാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചിപ്പിമോളുടെ വീട്ടിലാണെങ്കിൽ ചിപ്പിമോളെ വശത്താക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഘോഷമൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ട്രീയും അതുപോലെ ക്രിസ്മസ് ശേഷവും ഒക്കെ ധരിച്ചിങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ട് ചിരിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അത് രചനയുടെയും ആകാശിന്റെയും പ്ലാനാണ്. എന്നിട്ട് കുട്ടികൾ നിങ്ങൾ ഇവിടെ കളിക്കൂ, ഇന്ന് മൊത്തവും നിങ്ങൾ ഇവിടെ തന്നെ ചിപ്പി മോക്ക് കൂട്ടായിട്ട് ഇവിടെ തന്നെ നിങ്ങളെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ പുറത്ത് വന്നിട്ട് രചനയും ആകാശം കൂടെ പറയുന്നുണ്ട്, എടോ അടുത്ത് ഇനി കോടതി പോകുമ്പോഴത്തേനും തന്റെ കൂടെ അമ്മയുടെ കൂടെ നിന്നാ മതിയെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അങ്ങനെ മോളെ ആ രീതിയിൽ ആക്കിയെടുക്കണം. താൻ കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആകാശിനോട് രചന പറയുന്നുണ്ട്, ആകാശം കൂടി കുറച്ചുകൂടെ മോളെ ഒന്ന് ശ്രദ്ധിക്കുകയും കുറച്ചു നേരം മോളെ കൂടെ ഒന്ന് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും ചിപ്പിയുടെ കൂടെ നിൽക്കുന്ന ആ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, ചിപ്പിമോളുടെ അച്ഛനും അമ്മയൊക്കെ ഡാഡിയും മമ്മിയൊക്കെ നല്ല സ്നേഹമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പറയുന്നുണ്ട്, ഇതിന്റെ ഡാഡിയൊന്നുമല്ല, എന്റെ ഡാഡി ഇങ്ങനെയൊന്നും അല്ല. എന്റെ ഡാഡിയാണേല് നല്ല ഡാഡിയാണ്. ഈ ഡാഡിയാണേല് എപ്പോഴും അമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കും. എനിക്കിഷ്ടമല്ല ഈ ഡാഡീനെ എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ രചനയും ആകാശം ഇങ്ങനെ കേൾക്കും കേട്ടോ. ആകാശിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യത്തിൽ നിൽക്കും കേട്ടോ ആകാശ്. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.